ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡ് ആ ഒരു ചെറിയ ബ്രേക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫെബ്രുവരി മാസത്തെ ആ ഒരു മന്ത്ലി ചാലഞ്ച് വീഡിയോ ആണ്. വീഡിയോ കുറച്ച് ലേറ്റായെന്ന് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ എല്ലാ മാസവും ഒരു മന്ത്ലി ചാലഞ്ച് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫെബ്രുവരി മാസത്തെ അങ്ങനെ ഒരു വലിയ ചാലഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു 30 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഐഡിയ കിട്ടുന്നതിന് ഒരു ടെഡ് ടോക്ക് എന്നാണ്. അതുപോലെ നമ്മൾ ഈ 30 ഡേയ്സ് പ്ലാങ്ക് ചാലഞ്ച് അങ്ങനത്തെ കുറച്ച് എക്സസൈസ് ചാലഞ്ചസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മന്ത് ഞാൻ ചെയ്തത് അത് തന്നെയാണ്. ഓരോ ദിവസവും ഒരു ടെഡ് ടോക്ക്, അറ്റ്ലീസ്റ്റ് 1 ടെഡ് ടോക്ക് കാണാമെന്നായിരുന്നു ആ ഒരു മാസത്തെ ചാലഞ്ച് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ നോക്കിയിട്ട് ആദ്യം തന്നെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി, മോസ്റ്റ് പോപ്പുലർ ടെഡ് ടോക്സ്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നിയ കുറച്ച് ടോപ്പിക്സിൻ്റെ മേലെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടോക്സിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ ഡെയിലി മോസ്റ്റ്ലി വർക്കൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടൈമിലായിരുന്നു ഞാൻ ഇരുന്ന് കണ്ടത്. അതുപോലെ ടെഡ് ടോക്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അഥവാ ട്രാവലൊക്കെ ചെയ്യാണ് ആ ഒരു ടൈം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യണം, ഇങ്ങനത്തെ ടോക്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് എല്ലാ ടോക്സും ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ ഒരു റേറ്റിംഗ് ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് 5 ഔട്ട് ഓഫ് 5 എന്ന് തോന്നിയ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയ കുറച്ച് ടെഡ് ടോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അഥവാ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഇൻ ജനറൽ എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാം നല്ല ടോക്സ് തന്നെയായിരുന്നു, കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഒരു ടോപ്പിക്കിൽ അതിൻ്റെതായ ഒരു എക്സ്പേർട്ട് ആൾക്കാരാണല്ലോ അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെയാണല്ലോ അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ ചില ടോക്സൊക്കെ കുറച്ച് പഴയതാണ്, നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവാം. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യാം. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിന് മേലെ ടോക്സ് ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഈ ഫെബ്രുവരി മാസത്തെ ഒരു ടാസ്ക് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ മാർച്ച് മാസത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഞാൻ 10 യോഗ ക്ലാസ് ജോയിൻ ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ആ ഒരു മാർച്ച് മന്തിൽ 10 യോഗ ക്ലാസ്സസ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്ലാസ്സസൊക്കെ പോയി ജോയിൻ ചെയ്തിരുന്നു. വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു യോഗ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. 2 ക്ലാസ്സസ് ഞാൻ അറ്റൻഡും ചെയ്തിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ കൊറോണ സിറ്റുവേഷൻ കാരണം അവർ സ്റ്റുഡിയോ ഒക്കെ അടച്ചു പൂട്ടി. അപ്പോൾ അത് കാരണം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല മാർച്ചിൻ്റെ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത് ഇനി അടുത്ത മാസം കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അത് പിന്നീട് സ്റ്റുഡിയോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടാകുമ്പം റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ. ഇനി ഏപ്രിൽ മാസത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫ് കോഴ്സ് ഇപ്പോൾ അധികം പുറത്തൊന്നും പോകാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തെ ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ 30 ഡേയ്സ് യോഗ ചാലഞ്ചസ്. അങ്ങനെ ഒരുപാട് 30 ഡേയ്സ് യോഗ ചാലഞ്ചസ് ഉണ്ട് നെറ്റിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എക്സസൈസ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് 30 ഡേയ്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ഏപ്രിൽ മാസത്തെ ടാസ്ക് എന്ന് വെച്ചാൽ 30 ഡേയ്സ് യോഗ ചാലഞ്ച്. അഡ്രിയൻ എന്ന് പറഞ്ഞിട്ടൊരു യോഗ ചാനലുണ്ട്, അവരുടെ 30 ഡേയ്സ് ഓഫ് യോഗ ആണ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അതാണ് ഈ ഒരു ഏപ്രിൽ മാസത്തെ ചാലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച ഞാൻ പുതിയൊരു വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.